എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ചക്കയാണ് വേവിക്കാൻ പോകുന്നത്. ഒരു അടിപൊളി ഒരു ചക്ക മുമ്പേ അത് വെട്ടി അരഞ്ഞ് അതെങ്ങനെ തയ്യാറാക്കുന്നതെന്നുള്ള ഈ വീഡിയോ കൂടി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് ചക്ക വെട്ടി തുഷ്ണമാക്കി നമുക്കതൊന്ന് അടത്തിയെടുക്കാം. എനിക്കിതാണ് വശം. ഞാൻ ഈ രീതിയിലാണ് ചക്ക വെട്ടി കഷ്ണമാക്കിയിട്ട് എടുക്കുന്നത്. 2 ചക്കയുണ്ട്. അപ്പോൾ കുറച്ച് വറക്കാനും കുറച്ച് വേവിക്കാനും കൂടെയാണ്. അപ്പോൾ ഞാൻ തുണ്ട കഷ്ണമാക്കിയിട്ട് ഞാനിങ്ങനെ കൂഞ്ഞ് വെട്ടിയിട്ട് ഇങ്ങനെ ഓരോ ചുളയായിട്ട് ഇങ്ങനെ അടത്തി എടുക്കണം. അതിൻ്റെ കറ നമുക്ക് പേപ്പർ വെച്ച് തുടച്ചെടുക്കണം. ഇപ്പം മണ്ണെണ്ണയൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് മുമ്പ് കയ്യിൽ അരക്കൊക്കെ കളയാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യണമെന്നറിയാമോ? അരക്ക് വാക്കത്തിയിലും പിച്ചാത്തിയിലും പിടിച്ചാൽ അടുപ്പിനകത്ത് ചൂട് വെച്ചിട്ട് ഉരുകി കഴിയുമ്പോൾ നമ്മൾ പേപ്പർ വെച്ച് തുടച്ച് കളഞ്ഞാൽ മതി. മണ്ണെണ്ണയേക്കാളും എളുപ്പമാണത്. ചൂടടിച്ച് കഴിഞ്ഞ് അടുപ്പിനകത്തോട്ട് പിച്ചാത്തി എടുത്ത് വെച്ച് അങ്ങനെ ചെയ്ത് നോക്കണം എല്ലാവരും കേട്ടോ, മണ്ണെണ്ണ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ അടത്തി എടുക്കും. അപ്പോൾ നമ്മൾ പിന്നെ അത് എളുപ്പമാണ് നമുക്ക് പറക്കിയെടുക്കാം. അപ്പോൾ ചകണി തൊണ്ടയിലിരിക്കും. രണ്ട് ചക്ക വെട്ടി പറക്കുക. എന്തായാലും 2 ചക്ക വെട്ടി അറിഞ്ഞെടുത്ത് വെച്ചേക്കാണ്. ഇതിനി പറക്കിയെടുക്കണം. എന്ത് സമയം പിടിക്കുമെന്നറിയാമോ? ഒരാളെയും കൊണ്ടൊന്നും ഈ ചക്കവറക്കൊന്നും നടക്കത്തില്ല. കുറേ സമയം പിടിക്കും. നമ്മളിത് പറക്കി റെഡിയാക്കി അരിഞ്ഞ് പറക്കി വേവിച്ച് വീഴുന്നതിന് കുറേ സമയമാവും. അപ്പോൾ എന്ത് ചെയ്യാം? തന്നെ ഇന്ന് പറക്കുകയുള്ളൂ. നമ്മൾ തന്നെ പറക്കുകയുള്ളൂ. അല്ലാതെ ആരും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചക്ക കഴിക്കണമെങ്കിൽ ഇല്ലേ? ഇനി ചക്ക വറക്കാനും വേവിക്കാനുമാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഓർക്കാം, ഇതിൻ്റെ പകുതി ഒരാൾക്കും കൊടുത്താലെന്നാണ്. പിന്നെ ഫോൺ ചെയ്ത് ചോദിച്ചിട്ട് വേണമെന്ന്. പകുതി അങ്ങ് കൊടുത്താൽ അത്രയും ജോലി കുറവുണ്ട്. അപ്പം നമുക്ക് പകുതി പറിക്കാൻ മതി. അപ്പം ചക്ക വേണ്ടാത്തവരാരും ഇല്ലല്ലോ. ഇപ്പം മഴ പെയ്യാത്തതുകൊണ്ട് ഇപ്പം ചക്കയ്ക്ക് നല്ല രുചിയുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചക്കയ്ക്കൊക്കെ വെള്ളം പിടിച്ച് കഴിഞ്ഞാൽ അളിഞ്ഞിരിക്കും. ഈ ചക്ക അധികം വെള്ളം ഏറെ ഒഴിച്ച് നല്ല വേവുള്ള ചക്കയാണിത്. അപ്പം നല്ല ടേസ്റ്റ് ഇത് കഴിക്കാനും ഉണ്ട്. അപ്പോൾ ഇതിന് പറക്കി അതിൻ്റെ ചൂടും മണ്ടയെല്ലാം കൂടെ അരിഞ്ഞ് വേവിക്കണം. ബാക്കി കുറേ വറക്കണം. ഞാൻ ഫോൺ ചെയ്ത് ചോദിച്ചിട്ട് ആർക്ക് വേണമെന്ന്. അത് കുഞ്ഞുള്ളതുകൊണ്ട് വെട്ടി പറക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ കൊടുക്കാൻ എളുപ്പമുണ്ടല്ലോ പറക്കാനെ കൊണ്ട്. അപ്പോൾ ഞാൻ വിളിച്ച് ചോദിക്കട്ടെ ചക്ക വേണമെന്നുള്ളത്. ഞാൻ ചെറുതായിട്ട് കനം കുറച്ചാണ് ഇരിക്കുന്നത്. കനം കുറച്ച് അരിയായി കൊണ്ടല്ലോ പെട്ടെന്ന് നമുക്ക് വേവിച്ചെടുക്കാം. നമുക്ക് ചക്ക വേകാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇത് നല്ല വേവുള്ള ചക്കയല്ല. അപ്പോൾ ഇച്ചിരി ഏറെ വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുത്ത് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തു. അതിനുശേഷം നമുക്ക് കറിവേപ്പില ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കണം. ഒരുപാട് മഞ്ഞൾ വാരിയിടേണ്ട. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതിൻ്റെ കൂടെ കുരുമുളക് പൊടി ചേർക്കുക. എന്നിട്ട് ഉപ്പുനീര്, ഞാൻ ഉപ്പുനീരാണ് ഒഴിക്കുന്നത്. ഉപ്പുനീര് ഒഴിച്ച് ആവശ്യമുള്ള നമുക്ക് ചക്കയ്ക്ക് ആവശ്യമുള്ള ഉപ്പുനീര് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് അതിന് അരപ്പെടുക്കാം. കറിവേപ്പില ഞാൻ ഇട്ട് കൊടുത്തു. പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി, അതിൻ്റെ കൂടെ നമുക്ക് തേങ്ങയുണ്ട്. ഇതെല്ലാം കൊണ്ട് നമുക്കൊന്ന് അരച്ചെടുക്കേണ്ടി വരാം. ചക്ക ആവി പകുതി വേവായി. അപ്പോൾ നമ്മൾ അരച്ചതെല്ലാം കൂടെ അതിനകത്തോട്ട് ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആ ചക്കയെല്ലാം കൊണ്ടൊന്ന് അരപ്പിൻ്റെ മണ്ടലോട്ട് വെച്ചൊന്ന് പൊത്തി വെച്ച് കൊടുക്കാമെങ്കിൽ ആ അരപ്പും വേവും ആവി കിടന്ന് ആ അരപ്പങ്ങ് വെന്ത് കിട്ടും. അല്പം കൂടി ചക്ക വേകാനുണ്ട്. നമുക്കത് തീ കുറച്ചിട്ട് ആവിയിലിട്ട്
ഇത് നല്ലതുപോലെ വേവിച്ചെടുക്കാം. നമുക്കൊന്ന് അടച്ചു കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് വേവിക്കാം. ഇപ്പം നമ്മുടെ ചക്കയ്ക്കകത്ത് വെള്ളമൊക്കെ പറ്റി നമുക്കിനി ചക്ക ഇളക്കാം. നല്ലതുപോലെ വെന്തു. നമ്മൾ തൂപ്പിട്ട് നമ്മളിന്ന് കുത്തി നോക്കും ഇതിനടിയിൽ വെള്ളം ഉണ്ടോ ഇല്ലെന്ന്. അങ്ങനെയാണ് നമ്മൾ ചക്കയുടെ വേവ് അറിയുന്നത്. ചക്ക വേണം ഞെക്കി കൊടുത്ത് ഞെക്കി നോക്കിയാലും അറിയാൻ വെന്തോ. അപ്പം ഞാനിങ്ങനെയാണ് ചക്ക സാധാരണ പണ്ടുള്ളവരൊക്കെ നിലത്ത് കൊണ്ടുവച്ച് കാല് രണ്ടും കൂടി ചവിട്ടി പിടിച്ച് ആണ് ചക്ക ഇളക്കുന്നത് അല്ലേ. ഇപ്പോൾ ചക്ക ഇച്ചിരിയേ ഉള്ളൂ, നമുക്ക് ഇങ്ങനെയാണെങ്കിലും ഇളക്കിയെടുക്കാം. അങ്ങനെ ചക്ക വെന്ത് കേട്ടോ. ഞാൻ ഉപ്പുണ്ടോയെന്ന് നോക്കട്ടെ. നല്ല ചക്കയാണ്. അപ്പം ഞാൻ വേവിക്കുന്ന പോലാണോ നിങ്ങൾ ചക്ക വേവിക്കണമെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണേ. അപ്പം വേറെ വീഡിയോ ആയിട്ട് ഞാൻ വരാമേ. അപ്പം ചക്കയും വെന്തു. മീൻകറി നേരത്തെ ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നതാണ്. അപ്പം ചക്കയ്ക്ക് ഏറ്റവും ബെസ്റ്റ് സാധനം മീൻകറിയാണ് അല്ലയോ. ചക്കയും മീൻകറി. ചക്കയിനും വറക്കാൻ കിടക്കുന്നേ ഉള്ളൂ കേട്ടോ. കുറച്ച് ചക്ക വറക്കി വേവിച്ചു, പിന്നെ അത് വറക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. അപ്പം ചൂടോട് ചക്ക കഴിച്ചില്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് വേറെയാണ്. അപ്പം ചൂടോട് വേണം ചക്ക കഴിക്കാൻ. അപ്പം ഞാൻ ചൂടോട് കഴിച്ചിട്ട് ഇനി അടുത്ത പരിപാടിക്ക് കയറുന്നു. ചക്ക തണുത്ത് പോയാൽ പിന്നെ കൊള്ളത്തില്ല. കുരുമുളകിൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ആ ചൂടോട് കഴിക്കും. ചെറിയ എരിയൊക്കെ ഉണ്ട്. അപ്പം ചൂടോട് വേണം ചക്കയും മീൻകറിയും കഴിക്കാൻ. അപ്പം ഞാൻ കഴിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായോ? ചക്ക മീൻകറിയും വേണ്ടിയവരെല്ലാവരും ഓടിവാ, എല്ലാവർക്കും തരാം. ഓടിവാ. അപ്പോൾ ഞാൻ വേറെ വീഡിയോയുമായിട്ട് വരാം. ഓക്കെ.